ഞാനിപ്പോൾ ഉള്ളത് പൂവത്തൂർ എന്നുള്ള സ്ഥലത്താണ്, കണ്ണൂരെ. ഇവിടെ എൻ്റെ 2 ഏട്ടന്മാരുണ്ട്, ഇരിക്കുന്ന കണ്ടില്ലേ. ഇവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവർ നമ്മളെപ്പോലെയല്ല, ഇവർക്ക് ജന്മന അല്ലെങ്കിലും ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിനെ ഇവർ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരുപാട് കഴിവുകളിലൂടെ അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രൂപേട്ട, രാഘേട്ട, നമസ്കാരം. ഞാൻ രോഷിനിയാണേ. എന്തെല്ലാം സുഖം തന്നെയാ? ചായലും കുടിച്ചാ? രണ്ടാളും കുടിച്ചാ? എന്തെല്ലാം രാഘേട്ട? ആകാശവാണിയിലെല്ലാം എന്തെങ്ങനെ പോന്ന്? അതല്ലേ. രൂപേട്ടൻ്റെയോ കഥകളൊക്കെ മാസികകളിലൊക്കെ എഴുതാറില്ലേ? ഒരുപാട് മാസികകളിലും അതേപോലെ ആകാശവാണിയിലും കഥകളും പ്രഭാഷണവും ഒക്കെ എഴുതുന്ന ഒരാളാണ് ഇതാ രൂപേട്ടൻ. അതേപോലെ തന്നെ രാഘേട്ടൻ. ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ പേര്. രാഘ പൂവത്തൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പാട്ടുകൾ എഴുതി അതിന് ഈണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലളിതഗാനങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന 2 ഏട്ടന്മാരാണ് ഇവർ. ഇവരെ ഒരു പെങ്ങളൂട്ടിയാണ് ഞാൻ. അല്ല ഏട്ടന്മാരെ? എനിക്ക് 10 വർഷമായിട്ട് അറിയാം ഇവരെ. ഇവർക്കൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ മരണപ്പെട്ടു പോയി. ശരിക്കൊരു അമ്മയുടെ ഓരോ കണ്ണ് ഓരോരുത്തർക്ക് കൊടുത്ത പോലെയായിരുന്നു. അത്രയും നല്ലോണം നോക്കിയതാണ്. അമ്മ വരുമാനോട് പറയാറുണ്ടായിരുന്നു, ഞാൻ പോയാൽ എന്ത് ചെയ്യും എൻ്റെ മക്കൾ. അതാ ആ ഒരു അവസ്ഥയും കൂടി അവർ മറികടന്നിട്ട് അവരുടെ കഴിവുകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഘേട്ടാ, ഒരു പാട്ട് പാടിക്കോളൂ. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോളൂ. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മനസ്സിൻ മാധവം മെയ്യിൽ പൂക്കവേ, രോമാഞ്ചം മോടവേ, നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. രാഘേട്ട നന്നായിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് കഥകളും കവിതകളും പ്രഭാഷണങ്ങളും ഒക്കെ എഴുതാനും ഈണം കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ രൂപേട്ടനും ഒരുപാട് കഥകൾ ഇനി എഴുതണേ, വായിക്കാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ആളും ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താ കണ്ടില്ലേ, ഇവരെ ഈ ഒരു വൈകല്യത്തെപ്പോലും മറികടന്ന് അവരുടെ ഈ കുഞ്ഞു ലോകത്ത് ഒരു സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും നമുക്കൊന്നുമില്ല, നമുക്ക് എന്തൊക്കെയാണ് ദൈവം തന്നേക്കുന്നത്, നമുക്കൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടും. പക്ഷേ കണ്ടില്ലേ, നമുക്ക് കണ്ണുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഇവർ നമുക്കൊരു പ്രചോദനമായിക്കോട്ടെ. ശരി.